ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു അച്ചപ്പം ഉണ്ടാക്കുന്നതാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. നമ്മൾ ഒരു കപ്പ് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരൊറ്റ കപ്പ് അരിയേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് ഒരു മുട്ട, ഒരു 3-4 ഏലക്ക ഇട്ടു. ഏലക്ക 4 കറക്റ്റ് വേണം കേട്ടോ. നമുക്ക് അരക്കപ്പ് പഞ്ചസാര. അരക്കപ്പ് എനിക്ക് മധുരം കുറച്ച് കുറവായിരുന്നു. എന്നാൽ അത്യാവശ്യം മധുരം ഉണ്ട്. കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. പിന്നെ അതിങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട കുത്തുന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഒന്നിച്ചൊഴിക്കരുത്, ലൂസായി പോവും. അപ്പോൾ കുറച്ച് ഒഴിക്കുക, ഒരു പകുതി വരെ ഒഴിച്ചാൽ മതിയാവും. ഒഴിക്കുക, എന്നിട്ട് അങ്ങനെ ഒന്ന് അടിയിൽ നിന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് 2 സ്പൂൺ മൈദയും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അത് ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയും ആവരുത് കേട്ടോ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ കണ്ടില്ലേ. ദോശന് അത്ര പോലെ അല്ല, എന്നാൽ കുറച്ച് ലൂസ്, നമുക്ക് തേങ്ങാപ്പാലുണ്ട്, കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ അച്ച് എണ്ണയിൽ മുക്കി വെക്കാം കേട്ടോ. അതോടെ നന്നായിട്ട് ചൂടാവണം. ചൂടായിട്ടില്ലെങ്കിൽ പിന്നെ അച്ചുന്നത് പോരാൻ കുറച്ച് പ്രയാസമാവും. നമുക്ക് കലക്കി വെച്ച മാവിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. എള്ള് നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ലതുമാണ്, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ജീരകം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ച് ചൂടായി, നമുക്ക് അച്ചപ്പം ചുട്ട് തുടങ്ങാം. പക്ഷേ എനിക്ക് ചെറിയൊരു പാളിച്ച് പറ്റി, അച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായി. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഒരു പേടി പേടിക്കേണ്ട. എന്തായാലും കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും നമുക്കത് വിട്ട് കിട്ടും. മറ്റേ ഇൻഡാലിയത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ 2-3 അച്ച് ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അത് ഇതേപോലെ അച്ചപ്പം ശരിയാവാഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അച്ചപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാനത് രണ്ടാമത് വാങ്ങിയത് കേട്ടോ. ആദ്യത്തെ അച്ച് പെട്ടെന്ന് കേട് വന്നു, നോൺ സ്റ്റിക്കിൻ്റെ തന്നെ അതൊക്കെ പോയി. പിന്നെ ഞാൻ രണ്ടാമത് ഇതേപോലെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. 200 സംതിങ് എന്തോ വിലയുള്ളൂ. നല്ല അച്ചപ്പമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. നല്ല ടേസ്റ്റ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.